ഞാൻ അക്ബർ അഹമ്മദ്, കൂട്ടുകാർ അക്കി എന്ന് വിളിക്കുന്നു. സിനിമാ സംവിധായകൻ എന്നെൻ്റെ പേരിനൊപ്പം ചേർക്കാം. കാരണം ഞാനൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ കാറിൻ്റെ പുറകിലിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിഞ്ഞ 26 വർഷമായി നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും യോഗ്യനായ ശ്രീ അജയചന്ദ്രനാണ്. ഈ യാത്ര എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ജീവിതത്തിലെ ആകസ്മികതകളുടെ അനന്തരഫലമാണ്. എൻ്റെ ആദ്യ സിനിമയുടെ 100ാം ദിനാഘോഷത്തിലാണ് അദ്ദേഹത്തെ ആദ്യമായി അടുത്തു കാണുന്നത്. നിങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ അക്ബർ അഹമ്മദിന് മൊമന്റോ നൽകുന്നതിനായി ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ അജയ് ചന്ദ്രനെയും മൊമന്റോ ഏറ്റുവാങ്ങുന്നതിനായി അക്ബർ അഹമ്മദിനെയും ക്ഷണിക്കുന്നു. ഒന്ന് മാറണോ? വണ്ടി റെഡിയാക്കിട്ടേക്കണം. ഫംഗ്ഷൻ കഴിഞ്ഞ് ഉടനെ പോകും. ശരി സാർ. ഹലോ സാർ. മോൻ സാർ സുഖല്ലേ? അക്ബർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സോ പ്ലീസ്. ഓ, എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സിനിമ എന്താണെന്നറിയുന്ന, എന്തായിരിക്കണം എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വപ്നങ്ങളുടെ ഈ വ്യാപാര മേഖലയിൽ തൻ്റെ ആദ്യ സിനിമ കൊണ്ട് ഉറപ്പിച്ചൊരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. സിനിമയിൽ പ്രതിസന്ധി പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാ. ഒരു സബ്ജക്റ്റ് തൊട്ട് ചെന്ന അപ്പൊ സംശയമായി, ഇമേജ് പ്രശ്നങ്ങളായി, നിരുത്സാഹപ്പെടുത്തലായി. ഒരാളുടെ മാത്രമല്ല, ഒരു സംഘം ചെറുപ്പക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ബ്രദേഴ്സ് എന്ന ഈ സിനിമ. അവരെ ഞാൻ എത്രയും ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയും എന്റെ സ്നേഹം നൽകുകയും ചെയ്യുന്നു. എന്തുവായിരുന്നു ആദ്യകാലത്തൊക്കെ? ഒന്നും അറിയില്ലായിരുന്നു. വികാരങ്ങളൊക്കെ വാരി വിതറാൻ ഞാനല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. അന്ന് നമ്മളെടുത്ത പണിയുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിസം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഓർമ്മയുടെ കുളിരിൽ നനയുന്നുണ്ട് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അരങ്ങേറ്റം കുറിച്ച കഴിഞ്ഞ മഞ്ഞുകാലത്ത് എന്ന സിനിമയുടെ 101ാം ദിവസം ആഘോഷിച്ചതും ഇതേ വേദിയിൽ വെച്ചായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അപ്പനെ അളിയാന്ന് വിളിക്കുന്നത് ആ ശീലം. എന്നായാലും മുടിഞ്ഞ മാർക്കറ്റാ, അതിനിടിവില്ല. ഇന്ന് അണിയറ പ്രവർത്തകരാണ് പുതുമുഖങ്ങളെങ്കിൽ അന്ന് ഞങ്ങൾ അഭിനേതാക്കളായിരുന്നു പുതുമുഖങ്ങൾ. ആ ചിത്രം എന്റെ ജാതകമാണ് തിരുത്തിക്കുറിച്ചത്. 3 പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു മനോഹര ചിത്രം ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചു ചാക്കോച്ചൻ എന്നാണ് ഇവിടെ മുമ്പ് പ്രസംഗിച്ചയാൾ പറഞ്ഞത്. അതാ ഗോൾഡൻ സ്റ്റുഡിയോയുടെ പാരമ്പര്യം. 3 പേരെന്ന് വെച്ചാ മലയാള സിനിമയ്ക്ക് 3 നക്ഷത്രങ്ങളെയാ ഞാൻ തന്നിരിക്കുന്നത്. ശേഖരെ, ഇങ്ങോട്ട് നീങ്ങിനില്ലേ. പ്രൊഡ്യൂസർ KT പണിക്കരുടെ മകനാ. അങ്ങ് കേറിപ്പോവും. തമിഴ്, തെലുങ്ക്, അങ്ങനെ ഹിന്ദി വരെ. മാളവികയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഹരമായില്ലയോ? ഹരം മിടുക്കിയ, നല്ല ഭാവാഭിനയമാ. പഴയ നമ്മുടെ സരോജത്തിന്റെ മോള് അമ്മ ചെന്നതിന്റെയും കയറിയതിന്റെയും മോളിൽ പോവും. അജയ, നീങ്ങി നിലടാ. നമ്മുടെ മേക്കപ്പ് മാൻ ചന്ദ്രൻപിള്ളയുടെ മോനാ. ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ചാൻസ് അങ്ങ് കൊടുത്തു. സംഗതി ഏറ്റല്ലോ. ചാക്കോച്ചൻ ആരുടെ മോൻ, ഏതടവക എന്നൊന്നുമില്ല. മൂട് മറക്കരുത് കേട്ടോടാ. ആദ്യ സിനിമയുടെ ആദ്യ ഷോട്ടിൽ തന്നെ കൈയടി വാങ്ങിയെങ്കിലും ഭാവി എന്തായിരിക്കുമെന്ന ആശങ്കയോടെ ഇവിടെ എവിടെയോ പതുങ്ങി നിന്നവൻ. നിങ്ങൾ ഇന്ന് കാണുന്ന അജയചന്ദ്രന്റെ തുടക്കം അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ അങ്ങ് മറന്നു. ഇപ്പൊ ഒരു ഡേറ്റിന് 75 ലക്ഷം ഓവർസീസ് റേറ്റും മണ്ണാക്കി തള്ളി കൊടുത്താൽ മാത്രം പോരാ, ഓരോ കാലം ഒറ്റക്കാലം ദിവസം ചെയ്യണം. So I fervently hope that this venue proves as lucky to these guys as it was for me. I wish them all the very best. Thank you. Thank you, sir. Krishnadas.
അക്ബർ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഗൈസ്. അപ്പൊ ശരി. നമസ്കാരം, സുഖല്ലേ? അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കോഫി ഷോപ്പിലേക്ക് വരാം. ക്ലബ് എഫ്എമ്മിന്റെ ശ്രോതാക്കൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്തെയാണ്, കാസബ്ലാങ്ക. മലയാളത്തിലെ ഒരു യുവ സംവിധായകനും ഫ്രണ്ട്സും ചേർന്നാണ് ഇത് നടത്തുന്നത്. എഡിറ്റർ സത്യ. മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമായ ഛായാഗ്രാഹകനെ ചിക്കൻ കട്ടയെന്നെടുത്ത് വെച്ചാണ് ഞാൻ കാണുന്നത്. ഹായ് കെവിൻ പോൾ. ദേവു ഇവിടെ എന്ത് ചെയ്യുന്നു? കണക്കപ്പിള്ളയാണ്. വേണ്ടി വന്ന വിറക് വെട്ടും, വെള്ളം കോരും, ഇഞ്ചി ചമ്മന്തി അരയ്ക്കും, ഹാംബർഗേഴ്സ് ഉണ്ടാക്കും. അക്കി നല്ല പാചകക്കാരനായാലും നല്ല സംവിധായകനായാലും അവരുടെ വർക്ക് സ്പേസിൽ അതിക്രമിച്ച് കയറുന്ന, കാണാൻ വലിയ തെറ്റില്ലാത്തൊരു റേഡിയോ ജോക്കിയോട് പോലും ഇങ്ങനെ പറയും, ഗെറ്റ് ഔട്ട്. ഞാൻ കരുതിയതാ കൊല്ലിയിൽ അംശയായിരിക്കുന്ന. അവന് ഇതുപോലൊരു വണ്ടിയിലാണ് ചാണകം കൊണ്ടാൻ വേണ്ടി വരലേ. അത് വാപ്പച്ചി എനിക്കിട്ടൊന്ന് ഊതിയതാണല്ലോ. ഈ സംവിധായകന്മാരൊക്കെ ബെൻസിലാ നടക്കണെന്നാണ് ഞാൻ കേട്ടെടുക്കണത്. വാ മോളെ. അതിന് ഞാൻ ഇതുവരെ സംവിധായകരുടെ ലിസ്റ്റിൽ പെട്ടിട്ടില്ലല്ലോ. ഒരു ചായക്കട മുതലാളിക്ക് ഈ വണ്ടിയൊക്കെ ധാരാളം അല്ലേ വാപ്പച്ചി? ഓ, ചായക്കട. സായിപ്പന്മാർക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്ത് 100 ഉറുപ്പ്യ മേടിക്കണ ഏർപ്പാടാന്നാണ് ഞാൻ കേട്ടെടുക്കുന്നത്. എന്താ മോളെ ദേവ്, വർത്താനൊക്കെ വീട്ടിലെല്ലാരും? സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ അടുത്ത മാസം വരും. ഇനി ചിലപ്പോ തിരിച്ച് കുവൈറ്റിലേക്ക് പോക്കുണ്ടാവില്ല. അപ്പൊ അതും അറിയുള്ളൂ അന്റെ വസി മോറലും മേശ ഉടക്കലൊക്കെ. അല്ല, അടുത്ത സിനിമാ പരിപാടി എന്താ നടക്കുന്നു? ചായ മെക്കാനി നടത്തുന്ന പോലെയല്ല. ഒരു കാപ്പി മോശമായ സായിപ്പിനോട് സോറി പറഞ്ഞ് അടുത്തതിനുള്ള വെള്ളം തിളപ്പിക്കാം. സിനിമ ഒന്ന് മോശമായാൽ അതെന്നും ചരിത്രത്തിലുണ്ട്, മോശമായി തന്നെ. പ്രതിഫലത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യില്ല, അത് ഷുവറാ. ആ, അങ്ങനത്തെ ഗതികേടുണ്ടായാൽ ഇങ്ങ് പോര്, ഞാൻ പോച്ചിക്കോളാം എൻ്റെ കുട്ടിനെ. അല്ല, ഇപ്പോഴെന്തേ പച്ചക്കറിയും മീനും വാങ്ങാൻ ഇറങ്ങിയതാ? കൂട്ടത്തിൽ പിതാവിനെയും ഒന്ന് കണ്ടു കളയാം എന്ന് കരുതിയോ? ഉറക്കാണോ? ശിവൻകുട്ടിയാണേ. ശിവൻകുട്ടി, ആ. ഇതെവിടുന്നാ? ഒന്ന് കാണാനായിട്ട് തന്നെ വന്നതാ. എന്തൊക്കെയുണ്ട്? ഓ, അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത് എൻ്റെ അക്ബറേ. നക്ഷത്രങ്ങളോടി വീണതോടെ ഞാൻ പരിപാടിയിലായി. 8 നിലയ്ക്കല്ലേ പൊട്ടിയത്. 4-5 ചെക്ക് കേസ് കാരണം കോടതിയിൽ നിന്ന് കോടതിയിലേക്കുള്ള ഓട്ട. അക്ബർ പുതിയ പടം ആരോടും കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അക്ബർ എനിക്കൊരു സാധനം ചെയ്തു തന്നാൽ ആത്മഹത്യ ചെയ്യാതെ കഴിയും. 3 പെൺമക്കളാ, അതുങ്ങൾ തെണ്ടാണ്ടി വരും. ഞാൻ ചത്ത. ഞാനൊരു പടം അങ്ങനെ ചെയ്താൽ ശിവൻകുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നുറപ്പാണോ? അക്ബർ അടുത്ത പടം ചെയ്യുന്നത് എനിക്കാണെന്നൊരു ഉറപ്പ് തന്നാൽ മാത്രം മതി. പടം ഓടാതിരിക്കുകയോ എന്താവട്ടെ. അല്ല, അങ്ങനെയല്ല, അതുവരെ ഞാൻ പിടിച്ചു നിൽക്കും. പിന്നെ അക്ബർ വിചാരിച്ചാൽ സ്റ്റാർസിന്റെ ഡേറ്റ്സും പ്രശ്നമാവില്ല. സഹായിക്കണം അക്ബറെ. ഞാൻ കാല് പിടിച്ച് പറയാ. പടം ഞാൻ ചെയ്യാം, പക്ഷെ അതിന്റെ പേരിൽ സാറ്റലൈറ്റും ഓവർസീസും സൗത്ത് ആഫ്രിക്കയിലെ റിലീസും എല്ലാം കൂടി വിറ്റ് കാശ് വാങ്ങിക്കരുത് ശിവൻകുട്ടി. ഏയ് ഇല്ലല്ല, ഇനി അക്ബർ പറയാതെ ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല. എന്തേ അപ്പോ വാക്കാണ്? എന്റെ കയ്യിലൊരു 1000 രൂപ പോലും തികച്ചു കാണില്ല ഒരു ടാക്കം തരാൻ. ഒരു രൂപ തൊട്ടുണ്ടാവോ? എന്തിനാ? അത് മതി. എന്റെ അക്ബറേ. How much? 50 bucks. പുതിയങ്ങാടിന്ന് ഇവിടെ വരെ 25 രൂപ തരും. നിങ്ങൾ എവിടുന്ന് പഠിച്ചത്? നീ വിട്ടു മോനെ ദിനേശ. ഓ, ആ ബാലണ്ണനാ. ആ, മിസ്റ്റ് വെച്ച് കാടിന്റെ കുറെ സ്നാപ്സ് അല്ലേ? നമുക്ക് വയനാട് തന്നെ പിടിക്കാം. ഞാനിവിടെ കോഴിക്കോട് തന്നെ ഉണ്ട്. ഹായ് ബാലണ്ണ. ഹായ് സിസിൽ, ഹൗ ഈസ് കാസാബ്ലാങ്ക? ഓ, ഗംഭീരം. Where is Aki? അവനകത്തുണ്ട്. Okay. Aki, your prince. താങ്ക്സ് sis. Bye. Bye. കെവിൻ,
പുറത്തൊരു ബോർഡ് തൂങ്ങട്ടെ. ഇന്ന് കട മുടക്കം.